നമസ്കാരം. ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം 1:15 ഇയാൾ ജയിൽ ചാടിയതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇന്നലെ രാവിലെ 7:30 ഇയാളെ പിടികൂടാനായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദചാമി എന്ന പേര് സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട് സുപരിചിതമാണ്. 2011 നടന്ന ഈ സംഭവത്തിൽ ട്രെയിനിൽ വെച്ച് സൗമ്യ എന്ന യുവതിയെ ഇയാൾ ആക്രമിക്കുകയും കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് തള്ളിയിടുകയും പിന്നീട് ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയും തുടർന്ന് മരണത്തിന് കാരണമാവുകയും ചെയ്തു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. കേസിൽ പ്രതിയായ ഗോവിന്ദചാമിയെ പിറ്റേ ദിവസം പാലക്കാട് വെച്ചാണ് പോലീസ് പിടികൂടിയത്. ഒരു CCTV ദൃശ്യത്തിൽ ലഭിച്ച പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ പാലക്കാടേക്ക് പോയെന്ന് മനസ്സിലാക്കിയ പോലീസ് ആകട്ടെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അന്നത്തെ ADGP സന്ധ്യയുടെ നേതൃത്വത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം നടന്നത്. സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുകയും മികച്ച പ്രോസിക്യൂഷൻ നടത്തുകയും ചെയ്തതിലൂടെ കീഴ്ക്കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധി ഹൈക്കോടതി ശരിവെച്ചെങ്കിലും സുപ്രീം കോടതി വധശിക്ഷ അത് ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. ലൈംഗിക പീഡനം തെളിയിക്കപ്പെട്ടെങ്കിലും കൊലപാതകത്തിൽ ചില സംശയങ്ങൾ തോന്നിയതിനാലാണ് സുപ്രീം കോടതി കൊലപാതക കുറ്റത്തിൽ നിന്നും ഇയാളെ ഒഴിവാക്കിയത്. ഇന്ത്യയിൽ വധശിക്ഷയുടെ കാര്യത്തിൽ ക്രമാനുഗതമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേസുകളിൽ സുപ്രീം കോടതിയിൽ നിന്ന് അത് ജീവപര്യന്തം തടവായിട്ട് ശിക്ഷ ഇളവ് ചെയ്യുന്ന പ്രവണതയുമുണ്ട്. ആഗോളതലത്തിൽ തന്നെ പല രാജ്യങ്ങളും ഇന്ന് വധശിക്ഷ നിർത്തലാക്കുന്നതിലേക്ക് പോലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ വളരെ ചുരുക്കം അറബ് രാഷ്ട്രങ്ങളിൽ മാത്രമാണ് വധശിക്ഷ ഇപ്പോഴും നിലവിലുള്ളത്. വികസിതവും സാംസ്കാരിക സമ്പന്നവുമായിട്ടുള്ള സമൂഹങ്ങളിൽ വധശിക്ഷ ജീവപര്യന്തം തടവായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗോവിന്ദചാമിയുടെ ഈ കേസിൽ ഇപ്പോൾ ജയിൽ ചാടിയ രീതിയും അധികൃതരുടെ വീഴ്ചകളുമാണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ തന്നെ ഇപ്പോൾ വെട്ടിലാക്കി മാറ്റിയിരിക്കുന്നത്. ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിലെ ഒരു പ്രത്യേക സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളും അതുപോലെ ജയിൽ ചാടാനുള്ള പ്രവണതയും ക്രിമിനൽ സ്വഭാവവും കൂടുതലായതിനാൽ തന്നെ ഐസൊലേഷനിലാണ് ഇട്ടിരുന്നത്. കഴിഞ്ഞ 1.5 മാസത്തോളമായി ഇയാൾ താമസിച്ചിരുന്ന മുറിയിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഇയാൾ ജയിലിൽ നിന്നും ആരോ നൽകിയ ഒരു ചെറിയ ബ്ലേഡിൻ്റെ സഹായത്തോടു കൂടി സെല്ലിലെ 5 or 6 ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റുകയായി. ഏകദേശം 40 ദിവസത്തോളം സമയമെടുത്താണ് ഇയാൾ ഇത് ചെയ്തതെന്നാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസിന് അറിയാൻ കഴിഞ്ഞത്. കമ്പികളിൽ ഉപ്പ് വെച്ച് തുരുമ്പ് പിടിപ്പിച്ചോ മറ്റോ ആയിരിക്കാം ഇത് ചെയ്തതെന്നും കരുതപ്പെടുന്നു. ഇതിനുശേഷം ആ അഴിയിലൂടെ ഇയാൾ രക്ഷപ്പെട്ടു. സെല്ലിന് പുറത്തെത്തി ജയിൽ വളപ്പിൽ സ്ഥാപിച്ചിരുന്ന 3 വീപ്പകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ കയറിയാണ് ജയിലിൻ്റെ വലിയ മതിൽ ചാടിയതെന്നാണ് വിവരം. ഈ സംഭവത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണിത്. പുലർച്ചെ 1:15 ജയിൽ ചാടിയതെങ്കിലും രാവിലെ 5 മണിക്ക് എല്ലാവരുടെയും ഹാജർ രേഖപ്പെടുത്തുമ്പോഴും ഇയാൾ ഹാജരുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാളെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയത്. 5 മണിക്ക് ജയിൽ അധികൃതർക്ക് വിവരം ലഭിച്ചിട്ടും അത് പോലീസിനെ അറിയിക്കാൻ 7 മണി വരെ വൈകിയത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിച്ചു. ഒരു തടവുകാരൻ ജയിൽ ചാടിയെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ലോക്കൽ പോലീസിനെ അറിയിക്കുന്നതാണ് അഭികാമ്യം. ഇത് പോലീസിനെ പെട്ടെന്ന് ജാഗരൂകരാകാനും പ്രദേശം വളയാനും പ്രതിയെ പിടികൂടാനും ഏറെ സഹായകരമായി മാറും. എന്നാൽ ഇവിടെ ഗോവിന്ദചാമി ആകട്ടെ ജയിൽ ചാടിയ ശേഷം രാത്രി സഞ്ചരിക്കുന്നത് ഉചിതമല്ലെന്ന് കരുതിക്കൊണ്ട് ജയിലിൻ്റെ സമീപത്തുള്ള ഒരു മരച്ചുവട്ടിൽ ഇയാൾ ആദ്യം ഒളിച്ചിരിക്കുകയായിരുന്നു. പുലർച്ചെ 4:30 ഇയാൾ പുറത്തിറങ്ങിയത്. തലയിൽ ഒരു ഭാണ്ഡക്കെട്ടും പച്ച പാൻറ്റും വെള്ള ഷർട്ടും ധരിച്ച് നടന്നു പോകുന്ന ഇയാളെ കണ്ടപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി. ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന വാർത്ത അപ്പോഴേക്കും പരന്നിരുന്നു. ഓട്ടോ ഡ്രൈവർ ഉടൻ തന്നെ ആ ദൃശ്യം പോലീസിന് അയച്ചു കൊടുത്തു. തുടർന്ന് നാട്ടുകാരുടെയും പോലീസിൻ്റെയും സംയുക്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇയാളുടെ ഒളിത്താവളം പെട്ടെന്ന് തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇയാൾ ഒഴിഞ്ഞുകിടന്ന ഒരു കെട്ടിടത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പോയെന്നാണ് ആദ്യം കണ്ടെത്തിയതെങ്കിലും അവിടെ നിന്ന് കണ്ടെത്താനായില്ല. പിന്നീട് തൊട്ടടുത്തുള്ള ഒരു കിണറ്റിൽ ഇയാളെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു. സൗമ്യയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർക്ക് ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഇയാൾ പുറത്തിറങ്ങിയാൽ തങ്ങളെയും ഇനി ആക്രമിക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്ന ഭയം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇയാളെ പിടികൂടിയതോടെ വലിയ ആശ്വാസമുണ്ടെന്ന് സൗമ്യയുടെ അമ്മ പ്രതികരിക്കുകയുണ്ടായി. ഗോവിന്ദചാമിക്ക് തമിഴ്നാട്ടിൽ 10-14 കേസുകളിൽ നേരത്തെ തന്നെ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കേസുകൾക്ക് ശേഷം ഒരു ക്രിമിനലിൻ്റെ സഹായത്തോടു കൂടി കേരളത്തിലെത്തിയ ഇയാൾ തൃശ്ശൂരിലും പാലക്കാടുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സൗമ്യയെ ട്രെയിനിൽ വെച്ച് കാണുന്നതും ആക്രമിക്കുന്നതും. 2011 നടന്ന ഈ സംഭവത്തിന് ശേഷം ഇയാൾ പിന്നെ ജയിലിലാണ്. ഈ സംഭവം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും മുൻപ് നടന്ന ശിവജി എന്ന തടവുകാരൻ്റെ ജയിൽ ചാട്ടത്തെ സാമ്യപ്പെടുത്തുന്ന ഒന്നാണ്. കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിൽ കഴിഞ്ഞിരുന്ന ആലപ്പുഴ സ്വദേശി ശിവജി ഏകദേശം സമാനമായിട്ടുള്ള രീതിയിലാണ് ജയിൽ ചാടിയത്.
അയാൾ കിടന്നിരുന്ന സെല്ലിന്റെ മുകളിലുള്ള വെന്റിലേഷനിലെ ഇരുമ്പ് കമ്പികൾ ഒരു ഹാക്സോ ബ്ലേഡിന്റെ ചെറിയ കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 10-30 ദിവസത്തോളം സമയമെടുത്താണ് മുറിച്ചു മാറ്റിയത്. അതിനുശേഷം സഹതടവുകാരനായിട്ടുള്ള സുബ്രഹ്മണ്യത്തോടൊപ്പം അവിടുത്തെ പുൽപ്പായകളെല്ലാം കീറി വലിയൊരു കയറുണ്ടാക്കി. ജയിൽ മതിലിനോട് ചേർന്ന് നിന്നിരുന്ന വാഴയുടെ ചുവട്ടിൽ കയറ് കെട്ടി ഏകദേശം 20 അടിയോളം ഉയരമുള്ള മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. മതിലിനോട് ചേർന്ന് വാഴകൃഷി ചെയ്തത് ഒരു വീഴ്ചയായി എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ശിവജിയെയും അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യത്തെയും 8-10 ദിവസങ്ങൾക്ക് ശേഷം കോയമ്പത്തൂരിൽ വെച്ച് പിടികൂടാനായിട്ട് പോലീസിന് കഴിഞ്ഞു. ജയിൽ ചാടുന്ന രീതിക്ക് സമാനതകൾ ഉണ്ടെങ്കിലും ശിവജി രക്ഷപ്പെട്ട ശേഷം റെയിൽവേ ട്രാക്കിലൂടെ ദൂരം സഞ്ചരിച്ച് ട്രെയിനിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഗോവിന്ദചാമിക്ക് സ്ഥലപരിചയമില്ലാത്തതിനാൽ തന്നെ റെയിൽവേ ട്രാക്ക് അടുത്തായിരുന്നിട്ടും അങ്ങോട്ട് പോകാൻ പറ്റി. പുലർച്ചെ 4 മണി വരെ വിളിച്ചിരുന്ന് 5 മണിയോടെ പുറത്തിറങ്ങിയാൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടില്ലെന്നാണ് ഗോവിന്ദചാമി കരുതിയിരുന്നത്. ചാമിയെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഓട്ടോ ഡ്രൈവറെയും അതുപോലെ തന്നെ സഹകരിച്ച നാട്ടുകാരെയുമാണ് ശരിക്കും ഇവിടെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുള്ളത്. അവർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും പോലീസുമായിട്ട് സഹകരിക്കുകയും ചെയ്തത് ഈ പ്രതിയെ വേഗത്തിൽ പിടികൂടാനായിട്ട് സഹായകരമായി. കണ്ണൂർ എസ് പിയും മുൻ പോലീസ് ഉദ്യോഗസ്ഥരും വളരെ കാര്യക്ഷമമായി തന്നെ ഇതിനായിട്ട് പ്രവർത്തിച്ചു. വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഘം റോഡിലിറങ്ങി പ്രതിയെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ കെണികളൊക്കെ തന്നെ ഒരുക്കി. അപകടകാരിയായിട്ടുള്ള ഒരു ക്രിമിനലിനെ ഇത്രയും വേഗം പിടികൂടാനായതിൽ പോലീസിനും വലിയ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ജയിൽ അധികൃതരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള കുറ്റവാളികളെ സമൂഹത്തിൽ സ്വതന്ത്രരാക്കാനായിട്ട് അനുവദിക്കരുതെന്നും ശിഷ്ടകാലം അവരെ ജയിലിൽ നരകിച്ച് കഴിയാൻ അനുവദിക്കണമെന്നും പൊതുസമൂഹം ഉൾപ്പെടെ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ പാർട്ടി സ്വാധീനത്തിൽ ജയിലിലെ സെല്ലുകളുടെ ഭരണം നടന്നിരുന്നതായിട്ടും ഉദ്യോഗസ്ഥർക്ക് കാര്യമായിട്ടുള്ള നിയന്ത്രണമില്ലായിരുന്നുവെന്നും ആക്ഷേപങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ നിയമം നടപ്പാക്കുന്നതിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ജയിൽ ജീവനക്കാർക്ക് മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഇനി തടയാനായിട്ട് കഴിയുകയുള്ളൂ. കേരളത്തിലെ 3-4 സെൻട്രൽ ജയിലുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള CCTV ഉള്ളതുകൊണ്ട് മാത്രം ദൃശ്യങ്ങളൊരു സെൻട്രലൈസ്ഡ് ആയ സംവിധാനത്തിരുന്നു കൊണ്ട് നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം കാര്യക്ഷമമാക്കുന്നില്ല. അത് രാത്രി പകൽ നിരീക്ഷിക്കാൻ ചുരുങ്ങിയത് 2 ഉദ്യോഗസ്ഥർ മാത്രം നിന്നാൽ തന്നെ ഈ ജയിൽ ചാട്ടങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് കഴിയും. കാരണം രാത്രി കാലങ്ങളിലാണ് ജയിൽ ചാട്ടങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള നിരീക്ഷണം വളരെ അനിവാര്യമാണ്. CCTV സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടെന്ന് വേണം നമുക്കിതിലൂടെ ഈ ഒരു ഗോവിന്ദചാമിയുടെ വിഷയത്തിലൂടെ കരുതാനായിട്ട്. ഇതിന് വലിയ സാമ്പത്തിക ചെലവുകളൊന്നും തന്നെ ആവശ്യമില്ല. കണ്ണൂർ ജയിലിൻ്റെ ഫെൻസിങ്ങിൽ 18-20 അടിയുള്ള മതിലിൻ്റെ മുകളിൽ കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും 1.5 വർഷത്തോളമായിട്ട് അതിലൂടെ വൈദ്യുതി കടത്തിവിടുന്നില്ല. ഇത് പ്രവർത്തനരഹിതമാണെന്നും കരുതപ്പെടുന്നു. അപ്പോൾ ഈ സംഭവം ജയിൽ അധികൃതർക്ക് ഒരു പാഠമാകേണ്ടതാണ്. ഏതായാലും ഗോവിന്ദചാമിയെ ജയിൽ വളപ്പിന് അടുത്ത് നിന്ന് തന്നെ പിടികൂടാനായിട്ട് സാധിച്ചത് വളരെ ഭാഗ്യമാണ്. ഒരു ഓട്ടോ ഡ്രൈവറുടെയും പ്രദേശവാസികളുടെയും ഒക്കെ തന്നെ ജാഗ്രതയാണ് ഇതിൽ കാരണമായത്. ഇത് സൂചിപ്പിക്കുന്നത് ക്രിമിനലുകൾ ഇപ്പോൾ ജയിൽ ചാടിയാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. കാരണം ജനങ്ങൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ വളരെ ജാഗരൂകരാണ്.